പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. 91 കിലോമീറ്റർ നീളത്തിൽ 4 വരി പാതയാണ് നിർമ്മിക്കുന്നത്. 4 ഘട്ടങ്ങളിലായി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ അടുത്ത വർഷത്തോടെ പൂർത്തിയാക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ആഷിഖ് മാഹി തയ്യാറാക്കിയ റിപ്പോർട്ട്. ദോഹ അൽഷമൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും വർഷത്തോടെ പൂർത്തിയാകും. 2.18 ബില്യൺ ഖത്തർ റിയാൽ ചിലവഴിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 93 കിലോമീറ്റർ 4 വരി പാതയാണ് നിർമ്മിക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങളിൽ ആളുകൾക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള പാതയും ഒട്ടകങ്ങൾക്കുള്ള ക്രോസ് വേയും നിർമ്മിക്കുന്നുണ്ട്. സർവീസ് റോഡുകൾ, ഫ്ലൈ ഓവറുകൾ, ഇന്റർസെക്ഷനുകൾ എന്നിവയും നിർമ്മാണ ഘട്ടത്തിലാണ്. സിമൈസ്മയിലേക്കുള്ള റോഡ് ഇരുഭാഗത്തും 5 കിലോമീറ്റർ നീളത്തിൽ 3 വരി പാതയായും മാറ്റും. അൽക്കോറിൽ നിന്നും അൽസുബാറയിലേക്കുള്ള 20 കിലോമീറ്റർ റോഡ് ഭാഗികമായി തുറന്നുകൊടുത്തിട്ടുണ്ട്. പദ്ധതിയുടെ 70% ജോലിയും പൂർത്തിയായി കഴിഞ്ഞു. 22 ഇന്റർസെക്ഷനുകളിൽ 6 ഇതുവരെയായി പൂർത്തിയായി. 4 ഘട്ടങ്ങളിലായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പുരോഗമിക്കുന്നത്. ന്യൂസ് അറ്റ് ദോഹയ്ക്ക് വേണ്ടി ആഷിഖ് മാഹി. ന്യൂസ് അറ്റ് ദോഹയിൽ ഇനി ചെറിയൊരു ഇടവേള. പ്രാബല്യത്തിൽ വരും. വിപണിയിലെ വില നിയന്ത്രണത്തിന് വ്യാപാരികൾ സ്വയമേവ തയ്യാറാവുന്നില്ലെങ്കിൽ സർക്കാർ ഇടപെടുമെന്ന് വ്യാപാര വാണിജ്യ മേഖലയിലെ പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹമദ് ബിൻ ജാബർ അൽ താനി മുന്നറിയിപ്പ് നൽകി. ഷെറാട്ടൺ ഹോട്ടലിൽ വ്യാപാര വാണിജ്യ മേഖലയിലെ പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിപണിയിലെ വില നിയന്ത്രണത്തിന് സർക്കാർ ഇടപെടുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ജനങ്ങളുടെ ക്ഷേമത്തിനാണ് പ്രഥമ പരിഗണന. അത് ബലികഴിച്ചുകൊണ്ട് വ്യാപാരികളുടെ താൽപര്യം സംരക്ഷിക്കാൻ ഗവൺമെന്റിന് സാധിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഫീസ്, വിസ ഫീസ് തുടങ്ങിയവയിലൊന്നും ഇളവ് വരുത്താൻ ഇപ്പോൾ ആലോചിക്കുന്നില്ലെന്നും മറ്റ് GCC രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് സേവന നിരക്കുകൾ ഖത്തറിൽ കുറവാണെന്നും പ്രധാനമന്ത്രി യോഗത്തെ അറിയിച്ചു. വിവിധ വകുപ്പ് മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ, ചേംബർ ഓഫ് കോമേഴ്സ് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സാധനങ്ങൾ വാങ്ങി ബാക്കി നൽകുമ്പോൾ ചില്ലറക്ക് പകരം മിഠായി നൽകുന്ന വ്യാപാരികൾ ശ്രദ്ധിക്കുക.